അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ഒന്ന്. രണ്ടാമതായിട്ട് നന്ദി പറയുന്ന ടീം യൂണിവേഴ്സിനോടാണ്. കാരണം നിങ്ങൾ ലോകത്തിലെ പുലിക്കുട്ടികളാണെന്ന് ഇപ്പൊ ഇവിടെ ആൾക്കാർക്ക് മനസ്സിലായി. ടീം യൂണിവേഴ്സ്. കാരണം ഓക്സി ഡെവലപ്മെന്റ്സ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഓൾ ഓവർ ഇന്ത്യയിലൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ഭയങ്കര സ്പീഡായിട്ടുള്ള ഒരു ഗ്രോത്ത്. ചിലര് വരുമ്പോൾ കാലം വഴിമാറും എന്നൊക്കെ പരസ്യം കണ്ടിട്ടില്ലേ? അതാണ് ടീം യൂണിവേഴ്സ്. അതിന് നമുക്കൊരു ബിഗ് ക്ലാപ്പ് കൊടുത്തേ പറ്റുള്ളൂ. കാരണം വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ്. ഇത് കണ്ടു നിൽക്കുമ്പോ ചിലർക്ക് ചൊറിച്ചിലുണ്ടാവും. ഞാൻ പച്ചയായിട്ട് പറഞ്ഞു, അത് സ്വയം അങ്ങോട്ട് മാന്തിയാ മതി. നമുക്കത് മാന്താനുള്ള നേരമൊന്നുമില്ല. അവർ മാന്തി അതൊക്കെ കയ്യിൽ വെച്ചോണ്ടായിരുന്നാ മതി. ആരൊക്കെ എന്തൊക്കെ കൂടെ നിന്നുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. ചിലർ വേറൊന്നുമില്ല, ചിലർ വിദ്യാധാരണങ്ങളാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനൊക്കെ ദൈവത്തിന്റെ കോടതിയിലേക്ക് നമ്മൾ വിടുന്നു. കാരണം നമ്മൾ ചെയ്യുന്നത് സത്യസന്ധവും നല്ല ഉദ്ദേശത്തോടു കൂടിയും വളരെ സുതാര്യവുമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതേപോലെ തന്നെ നമുക്കൊക്കെ ഏറ്റവും വേണ്ടത്, ഒരു മനുഷ്യന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട ഒരു കാര്യമാണ് മനസ്സമാധാനം എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മോർ ദാൻ 90% മെമ്പേഴ്സും ഓക്സിയുടെ ലീഡേഴ്സ് ഇതിലെ വർക്കേഴ്സ് ആണല്ലോ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണല്ലോ. ഓക്സിയുടെ പ്രോഡക്റ്റ് കൊടുത്തതിന്റെ പേരിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഓക്സിയുടെ പ്രോഡക്റ്റ് കഴിച്ചിട്ട് നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ അവര് പോസിറ്റീവായിട്ട് പറഞ്ഞത് അങ്ങനെ എത്ര പേർക്ക് അനുഭവമുണ്ട്? ഒന്നൊന്ന് കൈമുട്ടിക്ക്, ഒന്ന് പ്ലീസ് റൈസ്, അല്ലെ ഒന്ന് പ്ലീസ് ഒന്ന് സ്റ്റാൻഡപ്പ്, പ്ലീസ് ഒന്ന് എണീറ്റ്, ഒന്ന് ധൈര്യമായിട്ട് എണീറ്റോ. സത്യസന്ധമായിട്ട് എണീറ്റാൽ മതി, സത്യസന്ധമായിട്ട്, അല്ലേ? താങ്ക് യു. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ ഫൗണ്ടർ ആയിരിക്കും ഞാൻ. വേറൊരു കമ്പനിക്ക് ഈ ചോദ്യം ചോദിക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതൊക്കെ പറയുന്നത് എന്താ പറയാ, കേദാർ ഗുഹകളിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്, ഹിമാലയ സാനുക്കളിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. ചില കമ്പനി പറയണത് ആഫ്രിക്ക കാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. ഏതാ? ആഫ്രിക്കയിലല്ലേ അവിടെ? ആമസോൺ കാട് കത്താൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഒരു വശത്ത് കത്തിയിട്ട് അടച്ചുകൊണ്ടിരിക്കുവാണ് ബ്രസീലിലേക്ക്. എനിവേ, ആമസോൺ. അപ്പൊ ഈ ആമസോൺ കാടുകാരും അല്ലെങ്കിൽ അന്റാർട്ടിക്കക്കാരും അവർക്ക് അസൂയ വരണതിൽ വേറെ ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. പിന്നെ